ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മണി പ്ലാന്റുകളുടെ വെറൈറ്റികൾ നമുക്കെങ്ങനെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാം, അതേപോലെ ഫിലോഡൻഡ്രോണിൻ്റെ വെറൈറ്റികൾ, അതേപോലെ നമ്മുടെ മോൺസ്റ്ററുടെ മിനി മോൺസ്റ്റർ അത്തരത്തിലുള്ള വെറൈറ്റികളൊക്കെ നമുക്കിങ്ങനെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വാട്ടർ പ്ലാന്റായിട്ടൊക്കെ വളർത്താം എന്നുള്ളത് നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് നോക്കാം. ഈ കാണുന്നത് മണി പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. നമ്മൾ പോസ്റ്റ് വെച്ച് സെറ്റ് ചെയ്തെടുത്താണ്. നമ്മൾ ഇൻഡോറായിട്ട് വയ്ക്കുന്ന ചെടി തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വാട്ടർ പ്ലാന്റാക്കി സെറ്റ് ചെയ്തിട്ടുള്ള മിനി മോൺസ്റ്റർ വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് ഒരു പോസ്റ്റ് വെച്ച് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം. നമ്മൾ നിറയെ വേരുകൾ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഈ പ്ലാന്റുകൾ നമ്മൾ വേറെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രസീലിയൻ ഫിലോഡൻഡ്രോൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ പോസ്റ്റിൽ വെച്ച് കൊടുത്തതിന് ശേഷം കുറേ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡോർ ആയിട്ടാണ് വെച്ചതെങ്കിലും അതിൻ്റെ ഇലകളൊക്കെ നല്ല കളറുണ്ട് കാണാൻ. ഫസ്റ്റ് വരുന്ന സമയത്ത് യെല്ലോ ടച്ചുള്ള ഇലകളായിരിക്കും, പിന്നീട് ഇത് ഒരു ചേഞ്ചായിട്ട് ഈ ഒരു രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുക. നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. മിനി മോൺസ്റ്ററുടെ വെറൈറ്റിയാണ്. ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. നിറയെ വേരുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ വേരുകൾ കണ്ടറിയാം, നല്ല വലുപ്പമുള്ള വണ്ണമുള്ള വേരുകൾ. അതേപോലെ താഴേക്ക് വളർന്നു വരികയാണ് ചെയ്യുക. ഇത് അന്തരീക്ഷത്തിൽ ഈർപ്പം വലിച്ചെടുത്തിട്ടാണ് ഈ ചെടികൾ, ഈ വേരുകൾ വലുതായി വരുന്നത് തന്നെ. അതേപോലെ തന്നെ പോസ്റ്റ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നേരത്തെ കണ്ട അതേ സെയിം പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു പോട്ട് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ പോട്ടുകളാണ്. വൈറ്റ് ആയാലും റെഡ്, അങ്ങനത്തെ പല നിറത്തിൽ ലഭിക്കുന്ന പോട്ടുകളാണ്. ഈ ഒരു പോട്ടിലാണ് നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെക്കാനുള്ള പ്ലാന്റാണിത്. നിറയെ വേരുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അഗ്ലോണിമയുടെ മിക്സിംഗ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അഗ്ലോണിമയുടെ സ്നോ വൈറ്റ് വെറൈറ്റിയാണ്. അപ്പോൾ രണ്ടും കൂടി നിറയെ വേരുകളൊക്കെ ആയിട്ട് നിൽക്കണം. ഇത് നമ്മൾ പോട്ടിലേക്ക് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ചെടി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പോസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പോസ്റ്റ് ഇതേപോലത്തെ പോസ്റ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ PVC പൈപ്പിൻ്റെ മുകളിൽ ഒരു തുണി ചുറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റിൻ്റെ മുകളിലാണ് നമ്മൾ ചെടി പടർത്തി കൊടുക്കുന്നത്. സെയിം പോസ്റ്റ് തന്നെയാണ് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പോസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഫിലോഡൻഡ്രോൺ വെറൈറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത്. പോസ്റ്റ് വയ്ക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ പോട്ടിൻ്റെ സെൻറ്റർ വശത്ത് പോസ്റ്റ് വെച്ചതിന് ശേഷം കല്ലുകൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ ചെടി ഇതിലേക്ക് പടർത്തി കൊടുക്കുകയാണ് ചെയ്യുക. പോസ്റ്റ് നമ്മൾ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം പോട്ടിൽ മണ്ണ് നിറച്ച് ചെടി അതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി, മണ്ണ്, കുറച്ച് മണൽ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ്. എന്നിട്ട് നമ്മൾ ഈ പോസ്റ്റ് അതിൽ സെറ്റാക്കി എടുത്തിട്ട് ഇനി നമുക്ക് ഈ ചെടി ഇതിലേക്ക് ഇത് കെട്ടി വെച്ച് കൊടുക്കാനുള്ളൂ. ചെറിയ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സെപ്പറേറ്റ് ഇതിന് ഉറപ്പിക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെടി നമുക്ക് ഇതിലേക്ക് കെട്ടി കൊടുക്കാം. ഇനി ബാക്കി ഭാഗത്ത് നമുക്ക് കുറച്ച് കല്ലുകളിട്ട് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതേപോലത്തെ കറുപ്പും വെള്ളാര കല്ലുകളൊക്കെ നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മുടെ പോസ്റ്റ് വെച്ച് നമ്മൾ ചെടി വെക്കാനുള്ള കല്ലുകൾ കൂടി വെച്ചപ്പം പോസ്റ്റ് ഒന്നുകൂടി ഉറച്ചു കിട്ടിയിട്ടുണ്ട്. ഇത്രയുള്ള നമുക്ക് നമ്മുടെ പോസ്റ്റ് വെച്ച് ഇൻഡോറായിട്ട് നമുക്ക് ചെടികൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നത്. ഇനി ഈ ചെടി ഇതിലേക്ക് പടരുന്നതനുസരിച്ച് നമുക്ക് അതേപോലെ പോസ്റ്റിന് ചുറ്റും ചുറ്റി വരിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷി ആയിട്ട് ചെടികൾ നിൽക്കുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ അഗ്രഭാഗം തല ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചൂട്ടും തൈകളൊക്കെ വരാനും തുടങ്ങും. ഇത് നമുക്ക് ഇൻഡോറായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് വീട്ടിനകത്ത് ഒരു നല്ലൊരു എയർ പ്യൂരിഫയറായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ വളർത്തിയെടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.